ഹായ്, പ്ലസ് വണ്ണിന്റെ ഫിസിക്സ് ഇംപ്രൂവ്മെന്റിന് തകൃതിയായി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ പ്രിപ്പറേഷന് ഒരു ബൂസ്റ്റപ്പ് തരാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റിവിഷൻസ് മുന്നോട്ട് പോട്ടെ. വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നേടാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വാചകമടിയൊന്നുമില്ല, നേരെ ടോപ്പിക്കിലേക്ക് കയറാം. എന്താണ് പ്രീവിയസ് ആയിട്ട് ലോസ് ഓഫ് മോഷൻ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the static friction comes into play in the moment the force is applied. Write the relation between static friction and normal reaction. നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് F, that is അതും നോർമൽ റിയാക്ഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ is directly proportional to normal reaction and F is equal to mu into n, where mu is called mu s എന്ന് denote ചെയ്യും. That is coefficient of static friction. So frictional force is equal to coefficient of static friction into normal reaction. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഈ റിയാക്ഷൻ ആ ഒരു ഫോർമുല എഴുതി വെക്കുമ്പോൾ തന്നെ you will get the marks. Next question, determine the maximum acceleration of the train in which a box lying on its floor will remain stationary given that the coefficient of static friction between the box and the train's floor is 0.15. അപ്പോൾ ഇവിടെ അതിൽ നിന്നൊരു കാൽക്കുലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സാധാരണ ഫോഴ്സ് കാണുന്ന ഫോർമുല എന്താ? സാധാരണ ഫോഴ്സ് കാണുന്ന ഫോർമുല F is equal to ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എല്ലാവർക്കും അറിയാം ഈ ഫോർമുല അല്ലെ? ഏത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന F is equal to ma. ഇവിടെ ഏത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കാണുന്ന ഫോർമുല എന്താ? mu s ഇൻറ്റു n ആണ്. n എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? m ഇൻറ്റു g അല്ലെ? ഒരു വസ്തു ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലോട്ടുള്ള നോർമൽ റിയാക്ഷനും താഴേക്കുള്ള വെയിറ്റും ഈക്വൽ ആയിരിക്കും. വെയിറ്റ് കാണുന്ന ഫോർമുല mg ആണ്. അപ്പൊ നോർമൽ റിയാക്ഷൻ ഏതിന് ഈക്വലാ? mg ക്ക് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് w is equal to mg നമുക്ക് എഴുതാം. ഇനി ഇവിടെ എന്താ ചോദ്യം? ഇത് രണ്ടും ഫോഴ്സ് ആണല്ലോ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ mu s into n is equal to ma. mu s into എന്താണ് n? നോർമൽ റിയാക്ഷൻ. അത് കാണുന്ന ഫോർമുല എന്താ? mg. സോ mg is equal to ma. ഏതൊക്കെ കട്ടാവും? എമ്മും ക്യാൻസൽ ആവും. വാട്ട് ഈസ് റിമൈനിങ്? mu s into g is equal to acceleration. ഇവിടെ ആക്സലറേഷൻ അല്ലയോ കാണാൻ ചോദിച്ചത്? ഒരു ട്രെയിനിനകത്ത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ബോക്സ് അവിടുന്ന് തെന്നി മാറാതെ ഇരിക്കണമെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എത്രയായിരിക്കണം എന്നതാണ് ചോദ്യം. അപ്പോ ആക്സലറേഷൻ എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. സോ ആക്സലറേഷൻ കാണുന്ന ഫോർമുല A is equal to mu s. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ mu s 0.15 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു ജി നമുക്ക് 10 എന്ന് എടുക്കാം. ക്വസ്റ്റ്യനിൽ 9.8 എന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, 9.8 എടുക്കാം. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇറ്റ് ഈസ് അറൌണ്ട് 9.8. 10 എടുത്തിരുന്നെങ്കിൽ 1.5 എന്ന് കിട്ടിയാണ്. ഇവിടെ ഇപ്പൊ 1.47 or 49 സംതിങ് നിങ്ങൾക്ക് കിട്ടും. സോ അത്രയും ആക്സലറേഷൻ ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ ചെയ്തത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ സാധാരണ ഫോഴ്സിന്റെ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ആക്സലറേഷൻ കണ്ടുപിടിച്ചു. അത്രേ അവിടെ ചെയ്തിട്ടുള്ളൂ. സോ അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. Another question, state the laws of limiting friction. Laws of limiting friction 5-6 പോയിന്റ്സ് ടെക്സ്റ്റിനെ തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ലൈക്ക് the direction of limiting friction is always opposite to the direction of motion. അല്ലെ? നമ്മളെ മോഷൻ എങ്ങോട്ടാണോ അതിന് എതിരെയായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒപ്പം ലിമിറ്റിംഗ് ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് ടാൻജൻഷ്യലി ആണ്. ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിനെയും നേച്ചർ ഓഫ് ദി സർഫസിനെയാണ്. സർഫസ് വളരെ റഫ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ആൻഡ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദി ടു സർഫസ്. രണ്ട് സർഫസിനിടയിലുള്ള നോർമൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആയിരിക്കുമെന്ന്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് നന്നായിട്ട് എഴുതുക. Another question, a large force acting for a short interval of time is called impulsive force. Impulsive force എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ചോദ്യം, large force acting for a small period of time നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഫോർമുല I is equal to F into delta T. Okay, ശരി. What is the SI unit of impulse? എന്ത് എളുപ്പം അല്ലേ? ഇമ്പൾസ് കാണുന്ന ഫോർമുല എന്താ? I is equal to
എഫ് ഇൻറ്റു ഡെൽറ്റ ടി. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല ടി. അപ്പൊ എന്ത് വരും? എം എൽ ടി റൈസ് ടു മൈനസ് 2. ഇത് വെറുതെ എഴുതി കഴിഞ്ഞാൽ 1 അല്ലേ? അപ്പൊ -2 + 1 എന്ത് വരും? എം എൽ ടി റൈസ് ടു മൈനസ് 1. സോ ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് impulse. Impulseന്റെ ഡയമെൻഷൻ ഫോർമുല എം എൽ ടി റൈസ് ടു മൈനസ് 1 എന്ന് വരും. Another question, 2 billiard balls each of have mass 0.05 kilogram moving in opposite direction with speed 6 meter per second collide and rebound with the same speed. What is the impulse imparted into each ball due to the other? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഇതിനെ ഒന്ന് രൂപം മാറ്റി തന്നിരിക്കുക നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്സ്റ്റില് 500 ഗ്രാം എന്നും 16 മീറ്റർ പെർ സെക്കൻഡ് എന്നും അതിനെ ഒന്ന് മാറ്റി 0.05 കിലോഗ്രാം, രണ്ടും ഒന്ന് തന്നെ. 16 എന്നുള്ളത് മാറ്റി 6 ആക്കിയെന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ബോൾ ആദ്യം അങ്ങോട്ട് പോയി, എന്നിട്ട് അവിടെ നിന്ന് തട്ടി, അതിനുശേഷം അതേ സ്പീഡിൽ അത് തിരിച്ചു വന്നു. അപ്പൊ അങ്ങോട്ടുള്ള വെലോസിറ്റി v ആണെങ്കിൽ ഇങ്ങോട്ടുള്ളത് നമുക്ക് -v എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ എങ്ങനെ ഇമ്പൾസ് കണ്ടെത്തും? ഐ ആണ് ഇവിടെ ചോദ്യം. നമുക്കറിയാം ഇമ്പൾസ് മൊമെന്റം തിയറം അനുസരിച്ച് I = ഡെൽറ്റ പി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം. സോ ചേഞ്ച് ഇൻ മൊമെന്റം എങ്ങനെ എടുക്കും? മാസ് ഇൻറ്റു v മൈനസ് യു അല്ലെ? ഡെൽറ്റ വി മാസ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നും 2 സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. m ഇൻറ്റു ഡെൽറ്റ വി, അതാണല്ലോ ചേഞ്ച് ഇൻ മൊമെന്റം. സോ മാസ് ഇൻറ്റു വാട്ട് ഇസ് ഡെൽറ്റ വി? ചേഞ്ച് ഇൻ മൊമെന്റം v മൈനസ് യു. സോ v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, ദാറ്റ് ഇസ് -v. u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഇസ് v. അപ്പോൾ നമുക്ക് എടുക്കാം m ഇൻറ്റു v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി -v മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി v. അപ്പൊ എന്തൊരു ആൻസർ? -2mv എന്ന് വരും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ m ഇൻറ്റു -v ഇൻറ്റു -v -2v. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ മൈനസ് ആദ്യം എഴുതാം, -2mv എന്ന് വരും. ഓക്കെ, അതാണ് ഇമ്പൾസ് കാണുന്ന ഫോർമുല. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ -2 ഇൻറ്റു മാസ് എത്രയും തന്നിട്ടുണ്ട്? 0.05. സോ 0.05 ഇൻറ്റു വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? വെലോസിറ്റി ഇസ് ഗിവൺ ആസ് 6 മീറ്റർ പെർ സെക്കൻഡ്. സോ 6. അപ്പൊ -2 ഇൻറ്റു 0.05 ഇൻറ്റു 6 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് -0.6 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ആക്ച്വലി ഇമ്പൾസ് ആയതുകൊണ്ട് തന്നെ അവിടെ നെഗറ്റീവ് സൈനിന് ഇമ്പോർട്ടൻസ് വരില്ല. സോ 0.6 മീറ്റർ പെർ സെക്കൻഡ് എന്നും ചില ആൻസർ കീയിൽ നിങ്ങൾ കാണാം. രണ്ടും ശരി തന്നെയാണ്. ഇവിടെ മോഡുലസ് എടുക്കുന്നതേ ഉള്ളൂ, കാരണം ഇമ്പൾസ് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചില കീസ് നിങ്ങൾ നോക്കുമ്പോൾ 0.6 എന്ന് കാണും, ചില കീസിൽ -0.6 എന്നും കാണാറുണ്ട്. എനിവേ ബോത്ത് ആർ സെയിം. ആൻഡ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഐ ആം വെരി സോറി, ദാറ്റ് ഇസ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഇമ്പൾസിന്റെ. അത് എഴുതിയപ്പോ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയതാ. അത് യൂണിറ്റ് പെർ സെക്കൻഡ് ഒക്കെ ആണല്ലോ സ്ഥിരം നമ്മൾ എഴുതുന്നത്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഇമ്പൾസ് ആയതുകൊണ്ട്. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ. വെടിവെക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. കുറെ സ്റ്റേറ്റ്മെന്റ്സ് താരം തന്നിട്ടുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ളത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ടിക്ക് ചെയ്യാം. സ്പീഡ് ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയല്ലേ? ബുള്ളറ്റ് ബുള്ളറ്റിലേക്ക് പോകുന്ന അതേ സ്പീഡിൽ ഗണ്ണ് പിറകോട്ട് വന്നു കഴിഞ്ഞാൽ പിറകെ നിൽക്കുന്നത് നമ്മളായിരിക്കും മിക്കവാറും ആദ്യം ഭരിക്കുന്നത്, ആ ബുള്ളറ്റ് കൊണ്ടായിരിക്കില്ല. ശരി, അപ്പൊ അത് തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ. ശരിയാണ്, ഒന്നിന്റെ mv മറ്റൊന്നിന്റെ mv തന്നെയാണ്. ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കറക്റ്റ് ആണ്. ഒരാൾ അങ്ങോട്ടാണെങ്കിൽ ഒരാളുടെ മൊമെന്റ് അങ്ങോട്ടാണെങ്കിൽ ഒരാളുടെ മൊമെന്റ് ഇങ്ങോട്ടാണ്. സോ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ള തരം സെലക്ട് ചെയ്യാനല്ലേ ചോദ്യം. സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. അതിന്റെ തന്നെ അനദർ ക്വസ്റ്റ്യൻ, ബൈ യൂസിംഗ് ദ സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് യുവർ ആൻസർ. ഓക്കെ, അപ്പൊ അവിടെ കൺസർവേഷൻ ലോ ഉപയോഗിച്ച് ഇതിനൊന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ചെയ്യാലോ. ആദ്യം ഒരു ഗൺ എടുക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എന്റെ ഗൺ ഇരിക്കുന്നത്. ഓക്കെ, തൽക്കാലം കുഴപ്പമില്ലല്ലോ. സോ ഇതിൽ നിന്ന് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ഫയർ ചെയ്തിട്ടില്ല, ഫയർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ബിഫോർ ഫയറിംഗ് ഇതിന്റെ ഈ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം, ബുള്ളറ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ എം എന്ന് വിചാരിക്കും. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി ഫയറിംഗിന് മുന്നേ ഇതിന്റെ വെലോസിറ്റി എത്ര? 0. അപ്പൊ m ഇൻറ്റു 0 പ്ലസ് ബുള്ളറ്റിന്റെ മാസ് എത്ര? m ഇൻറ്റു വെലോസിറ്റി 0. അപ്പൊ ഇതാണ് ബിഫോർ ഫയറിംഗ് ഉള്ള ടോട്ടൽ മൊമെന്റം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ഏത് തിയറമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ്
momentum. In the law of conservation of momentum പറയുന്നത്, that is, if the external force is zero, the total momentum is a constant. ഇവിടെ external force ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് total momentum സീറോ ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ശരി, അപ്പൊ ബിഫോർ ഫയറിംഗ് ഉള്ള മൊമെന്റം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആഫ്റ്റർ ഫയറിംഗ്, ഫയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബുള്ളറ്റ് ഇങ്ങോട്ട് പോകും വിത്ത് വെലോസിറ്റി വി, സ്മോൾ ലെറ്റർ വി. നമ്മുടെ ഗൺ അപ്പൊ പിറകോട്ട് വരും. അപ്പൊ അതാണ് റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ വി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫയറിന് ശേഷമുള്ള മൊമെന്റ് കണ്ടുപിടിക്കാം. സോ ഇതിന്റെ മൊമെന്റ് എന്തോരും, മാസ് ഇൻറ്റു വെലോസിറ്റി പ്ലസ് ഇയാളുടെ മൊമെന്റ് എന്തോരും, ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി എന്ന് വരും. വാട്ട് ഈസ് എം ഇൻറ്റു സീറോ, സീറോ പ്ലസ് അഗെയിൻ സീറോ ഇസ് ഈക്വൽ ടു എം വി പ്ലസ് എം ഇൻറ്റു വി എന്ന് വരും. ഓക്കെ, സോ എം ഇൻറ്റു വി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് സീറോ പ്ലസ് സീറോ സീറോ അതങ്ങ് പോയി കിട്ടി. സോ മൈനസ് എം ഇൻറ്റു വി ഇസ് ഈക്വൽ ടു എം വി. ഇതിൽ നിന്ന് എന്ത് പ്രൂവ് ചെയ്യാം, രണ്ടുപേരുടെയും മൊമെന്റം സെയിം ആണ്, പക്ഷെ ഒരാളത് പോസിറ്റീവ് ഒരാളത്, ദാറ്റ് മീൻസ് ഡയറക്ഷൻ ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ തിയറം ഉപയോഗിച്ച് റീകോയിൽ ഓഫ് ഗണ്ണിന്റെ നമ്മൾ പ്രൂവ് ചെയ്ത് എടുക്കുന്നത്. ശരി, അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ opposes impending motion. Write the mathematical equation connecting the limiting value of static friction and normal reaction. Already എഴുതിയ F is equal to mu into n. അത് തന്നെ വീണ്ടും ചോദ്യം. Another question, choose the correct statement. Both kinetic friction and static friction are independent of area of contact. ശരിയാണ്, കാരണം ഒരു കാരണവശാലും ഫ്രിക്ഷൻ ഏരിയ ഓഫ് കോൺടാക്ടിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, നോർമൽ ഫോഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയാലും ശരി, കൈനറ്റിക് ഫ്രിക്ഷൻ ആയാലും ശരി. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഏരിയ ഓഫ് കോൺടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ തന്നെ സി പാർട്ട് ക്വസ്റ്റ്യൻ, എ മാസ് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. The plane is gradually inclined until at an angle theta with the horizontal. The mass just begins to slide. Show that the coefficient of static friction between the block and the surface is equal to tan theta. Coefficient of static friction എന്ന് പറഞ്ഞാൽ mu tan theta ക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്ത ആദ്യം നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണല്ലോ, സോ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആദ്യം വരയ്ക്കുക. ദിസ് ഇസ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതിൽ നിങ്ങൾക്ക് സപ്പോസ് ഈ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ഉണ്ട് ഇതിനകത്ത് വരുന്നത്, നമ്മുടെ ബാങ്കിങ് ഓഫ് ഫ്രോഡിന്റെ. സോ ആ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിഞ്ഞൂടായെങ്കിൽ അത് ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് എല്ലാം വരുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. അതിനകത്ത് ഇതുപോലുള്ള ഒത്തിരി ഡെറിവേഷൻസ് നിങ്ങൾക്ക് കിട്ടും, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ്. അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അതിൽ ബാങ്കിങ് ഓഫ് ഫ്രോഡിന്റെ ഡെറിവേഷനും ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോ അങ്ങനെ ഒരു ചരിഞ്ഞ പ്രതലം, അവിടെ ഒരു ആംഗിൾ തീറ്റയിലാണ് നമ്മളിപ്പോ വച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സർഫ് പ്ലേസ്, ഒരു മാസ് ഒബ്ജക്റ്റിനാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വെയിറ്റ് നേരെ താഴേക്കായിരിക്കും അല്ലെ, എം ജി വെയിറ്റ് നേരെ താഴേക്കായിരിക്കും. അപ്പോ ഇവിടെയുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഇത് എന്തെന്ന് എഴുതാം, എം ജി കോസ് തീറ്റ. ദിസ് ഈസ് ദി നോർമൽ റിയാക്ഷൻ എൻ, ദിസ് ഈസ് ദി എം ജി സൈൻ തീറ്റ, ആൻഡ് ദിസ് ഈസ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോ ഈ ബ്ലോക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നു എങ്കിൽ ജസ്റ്റ് ഇവിടെ അനങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം എം ജി സൈൻ തീറ്റ ഏതിന് ഈക്വൽ ആയിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. നോർമൽ ഫോഴ്സ് ഏതിന് ഈക്വൽ ആയിരിക്കും, എം ജി കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. പിന്നെ വേറെ എന്ത് എഴുതാം, നോർമൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ആയല്ലേ. ഇനി നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ എഴുതാം. അതെന്താ, mu s into n is equal to ബാലൻസ് എന്താ, എം ജി കോസ് തീറ്റ. ഇനി നമുക്ക് n കാണുന്ന ഇക്വേഷൻ, കാരണം n ന്റെ ഇക്വേഷനല്ലേ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, അപ്പൊ അതിന് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ mu s into n ന് പകരം നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കും, എം ജി കോസ് തീറ്റ is equal to എം ജി, സോറി ഇത് കോസ് അല്ല സൈൻ തീറ്റ ആണ്, എം ജി സൈൻ തീറ്റ. ഓക്കെ, തെറ്റിപ്പോയതാ. ഇനി നമ്മൾ ചെയ്യുന്നത് എം ജിയും കൂടി ക്യാൻസൽ ചെയ്തു, കോസ് തീറ്റ താഴേക്ക് വന്നു. സോ mu s is equal to സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. നല്ല പരിചയമുണ്ട് അല്ലെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. സോ mu s is equal to ടാൻ തീറ്റ. ഇതല്ലയോ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏതിന് ഈക്വൽ ആണ്, ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ഇങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rate of change of total momentum of a system of many particle system is proportional to dash on the system.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. സോ അവിടെ തന്നിരിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അതിന്റെ തന്നെ അനദർ ക്വസ്റ്റ്യൻ പിന്നെ ചോദിച്ചിട്ടുള്ളത്, എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് സ്ലോ മൂവിംഗ് ബസ് falls forward. This is due to, നമ്മൾ ബസ്സിനൊക്കെ ചാടി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ കുറച്ചുകൂടി കൂടെ ഓടും അല്ലേ. അതെന്താ? നമ്മുടെ ഇനേർഷ്യ കാരണമാണ്. ഇനേർഷ്യ ഓഫ് മോഷൻ, ദാറ്റ് ഈസ് ദി റീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which Newton's law gives that above concept state the law? ഇനേർഷ്യ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് ലോ? ഫസ്റ്റ് ലോ ആണ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അതായത് എവറി ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺടിൽ ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാത്തടത്തോളം കാലം ഏതൊരു വസ്തുവും അതിന്റെ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ ഇരിക്കുകയോ ചെയ്യും. നമ്മളും അതല്ലേ, കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ തന്നെയല്ലേ ഇഷ്ടം. എക്സ്റ്റേണൽ ഫോഴ്സ് വീട്ടുകാരൊന്ന് വിളിക്കുന്നത് വരെ നമ്മൾ അവിടെ കിടന്നുറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെയാണ് ഏതൊരു വസ്തു. അപ്പൊ അതിനാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അതാണ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ലോ എന്ന് പറയുന്നത്. Another important question, what is the net force acting on a book at rest on the table? ഒരു ടേബിളിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള നോർമൽ ഫോഴ്സും താഴേക്കുള്ള വെയിറ്റും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? രണ്ടും കൂടി ക്യാൻസൽ ആയി പോവില്ലേ? സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Another question, to reduce friction and accident by skidding, the roads are banked at curves. What is mean by banking of road? നിങ്ങൾക്കറിയാം, നമ്മൾ റോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ആംഗിളിൽ നമ്മളിങ്ങനെ എലിവേറ്റഡ് പൊസിഷൻ കൊടുക്കും. ആ എലിവേഷനാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത്. സേഫ് സ്പീഡ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. Sketch the schematic diagram of a vehicle on the banked road with the friction and mark the various forces. ഇതുപോലൊരു ഫിഗർ ഓക്കെ ആ ഡെറിവേഷൻ അത് വരുന്നതാ, അത് വരയ്ക്കാനാണ് ചോദ്യം. അപ്പൊ പിന്നെ കൂടെ വരുന്ന സബ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഡെറിവേഷൻ കണ്ടുപിടിക്കുക, അതാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗൺ മൂവ്സ് ബാക്ക്വേർഡ് വെൻ എ ഷോട്ട് ഈസ് ഫയർഡ് ഫ്രം ഇറ്റ്. വെടി വയ്ക്കുമ്പോഴത്തേക്കും ഗണ്ണ് പിറകിലേക്ക് വരും. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ദാറ്റ് ഈസ് റീകോയിൽ ഓഫ് ദി ഗൺ എന്ന് പറയുന്നത്. The momentum of the gun is greater than that of the shot. അല്ല, രണ്ടും സെയിം ആണ്, നമ്മളിപ്പോ പ്രൂവ് ചെയ്തേ ഉള്ളൂ. The momentum acquired by the gun and the shot have the same magnitude. ശരിയാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നേ ഉള്ളൂ. So that is the correct statement. Another question, a shell of mass 0.020 kg is fired by a gun of mass 100 kg. If the muzzle speed of the shell is 80 meters per second, what is the recoil speed of the gun? Okay, അപ്പൊ റീകോയിൽ വെലോസിറ്റിയും ഇതും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി ഇസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു വി ഇങ്ങനെ എടുക്കാം നമുക്ക്. അങ്ങനെ വരുമ്പോൾ റീകോയിൽ വെലോസിറ്റി ആണ് മൈനസ് എം ഇൻറ്റു വി ബൈ ക്യാപിറ്റൽ എം എന്ന് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ്, ഇത് മാസ് ഓഫ് ദി ബുള്ളറ്റ് ഓർ ഷെൽ എന്ന് ഇവിടെ തന്നിരിക്കുന്നത്. അത് എത്രയാ? 0.02 ഇൻറ്റു വെലോസിറ്റി. ഈ മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മസിൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് അല്ലെങ്കിൽ ഷെൽ. ഓക്കെ, ബുള്ളറ്റിന്റെ വെലോസിറ്റിയാണ് മസിൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. എപ്പോഴും ഇത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, മാസ് ഓഫ് ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഗൺ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഈ എമ്മും ഈ സ്മോൾ ലെറ്റേഴ്സ് എല്ലാം ബുള്ളറ്റിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സോ സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ മാസ്, അത് എത്ര? 0.02. സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ വെലോസിറ്റി, അതിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? മസിൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 80 മീറ്റർ പെർ സെക്കൻഡ്. സോ 80 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം എന്താ? അത് ഗണ്ണിന്റെ മാസ് ആണ്. ഗണ്ണിന്റെ മാസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 100 kg. സോ ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.016 മീറ്റർ പെർ സെക്കൻഡ് അത് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് വരാൻ കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മൈനസ് 0.016 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദി റീകോയിൽ വെലോസിറ്റി. ഈസി കാൽക്കുലേഷൻ ആണ് അതൊക്കെ. Another question, what is the condition for the equilibrium of concurrent forces? Concurrent forces പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് 0 ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ an object will be 0. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അടുത്ത ബി, അടുത്ത ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. A mass of 6 kg is suspended by a rope of length 2 meter from the ceiling. A force of 50 Newton in the horizontal direction is applied at the midpoint P of the rope as shown.
വാട്ട് ഈസ് ദി ആംഗിൾ ദ റോപ്പ് മേക്സ് വിത്ത് ദ വെർട്ടിക്കൽ ഇൻ ഇക്വിലിബ്രിയം? അവിടെ ജിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാൻ പറഞ്ഞു. നെഗ്ലെക്ട് ദ മാസ് ഓഫ് ദി റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നോക്കിക്കോ. ഞാൻ അല്പം സ്പീഡ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഈ ചാപ്റ്റർ പഠിക്കാതിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി എന്നെ പ്രാപിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. കാരണം ചാപ്റ്റർ പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്പീഡ് ആയാലും മനസ്സിലാവാൻ ചാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഒത്തിരി ടൈറ്റ് ഷെഡ്യൂളിലേക്ക് മാറി നമ്മുടെ ഈ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ വന്നപ്പോ. അതുകൊണ്ടാണ് റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാനുള്ള ടൈം ഗ്യാപ്പ് കിട്ടാത്തത്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്കിനിടയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് എപ്പോൾ എഡിറ്റ് ചെയ്ത് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈവൻ ദോ എന്നാൽ ആകുന്ന സമയത്തെല്ലാം ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് തരും. അതുപോലെ ഒരു കാര്യം കൂടി ആദ്യമേ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഡെറിവേഷൻസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ടോപ്പിക് ഏതാണെന്ന് നോക്കിയിട്ട് ആ ടോപ്പിക്കിന്റെ വീഡിയോ ചെയ്യാൻ എനിക്കും എളുപ്പമായിരിക്കും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി 5 വീഡിയോ മേജർ ഡെറിവേഷൻസിന്റെ 5ഓ 6ഓ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്ത് അത് നിങ്ങൾ പഠിക്കാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഇവിടെ ഒരു റോപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ടെൻഷന് ഡയറക്ഷൻ ഒക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഡയറക്ഷൻ പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതില്ല. ആംഗിൾ തീറ്റ, this is 50 Newton. Okay, this is the weight of the object, that is 60 Newton താഴേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, that is T2 എന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫിഗർ. ഇനി നമുക്ക് ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം നോക്കിയോളൂ. ഇവിടെ എത്ര ടെൻഷൻ അത് എത്രയാണ് തന്നിട്ടില്ല. അപ്പൊ നമുക്കത് T1 എന്ന് എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ T1 എന്നാണ് എടുത്തിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇത് ആംഗിൾ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇങ്ങനെ ഇത് തീറ്റയോട് ചേർന്ന് കിടക്കുന്നത് T1 cos തീറ്റ, ദിസ് ഇസ് T1 sin തീറ്റ. ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുക, ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ 50 ന്യൂട്ടണും T1 sin തീറ്റയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? T1 sin തീറ്റ ഇസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ ഓർ 50. ഓക്കെ, അത് നമ്മൾ എഴുതി. തീറ്റ എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യനിൽ തീറ്റ എന്ന് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് വാല്യൂ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ശരി, അപ്പൊ T1 sin തീറ്റ ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ 60 ന്യൂട്ടണും T1 cos തീറ്റയും ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം T1 cos തീറ്റ ഇസ് ഈക്വൽ ടു 60. ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിലാണ് പറയുന്നത്. ഇവിടെ എന്താ കാണാൻ ചോദിച്ചിരിക്കുന്നത്? തീറ്റ. വാട്ട് ഈസ് ദിസ് ആംഗിൾ തീറ്റ എന്നതാണ് ചോദ്യം. അപ്പൊ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സോ വി വിൽ ഡിവൈഡ് ഫസ്റ്റ് ഇക്വേഷൻ വിത്ത് സെക്കൻഡ് ഇക്വേഷൻ. സോ അങ്ങനെയെങ്കിൽ ഇവിടെ ആക്ച്വലി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. T1 cos തീറ്റയും T2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. T2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു 60 ന്യൂട്ടൺ ആണ്. അതുകൊണ്ടാണ് T1 cos തീറ്റ ഓപ്പോസിറ്റ് ടു 60 ന്യൂട്ടൺ എന്ന് പറഞ്ഞത്. അത് വേണമെങ്കിൽ 2 സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. T1 cos തീറ്റ ഈക്വൽ ടു T2 ആൻഡ് T2 ഈസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ. Therefore T2 ന്റെ സ്ഥാനത്ത് എന്തെന്ന് എഴുതി? 60 ന്യൂട്ടൺ എന്ന് ഒരുമിച്ച് എഴുതിയതേ ഉള്ളൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് വന്ന കുട്ടിക്ക് അറിയാം ഒറ്റയടിക്ക് അങ്ങനെ എഴുതാൻ സാധിക്കും. കാരണം ഇത് എല്ലാം ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 1/2 ചെയ്യുമ്പോൾ T1 sin തീറ്റ ഡിവൈഡഡ് ബൈ T1 cos തീറ്റ is equal to 50 by 60. 0 cancel. T1 cancel. What is sin theta by cos theta? Tan theta. So tan theta is equal to 5 by 6. Appo what is theta? Tan inverse 5 by 6. That is the answer. So നമുക്ക് theta എത്രയാണ് കിട്ടി? Tan inverse 5 by 6 എന്ന് കിട്ടി. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയും ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ലോസ് ഓഫ് മോഷനിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഡൗട്ട് ഉള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ മറക്കരുത് കമന്റ് ബോക്സിൽ ഇട്ടേക്കണം. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഏതുവരെയായി? നല്ലപോലെ നടക്കുകയല്ലേ? അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഫസ്റ്റ് ടെക്സ്റ്റ് ഒക്കെ തീരാറായില്ലേ പഠിച്ച്? ഇനി സെക്കൻഡ് ടെക്സ്റ്റ് നമ്മൾ നല്ലപോലെ റിവിഷൻ ചെയ്യണം കേട്ടോ. നല്ലപോലെ റിവൈസ് ചെയ്ത് വേണം പഠിച്ചു പോകേണ്ടത്. നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ മാർക്ക് കിട്ടുമ്പോൾ അറിയിക്കാൻ മറക്കരുത്. ഫുൾ മാർക്ക് ഏകദേശം എല്ലാവരും ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നല്ലൊരു അവസരമാണ്. ലിബറൽ ആയിരിക്കും വാല്യുവേഷൻസ് ഒക്കെ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പൊ നിങ്ങളുടെ പഠനത്തിൽ എന്നും ഞാനും കൂടെ കാണും.